ഏവർക്കും നമസ്കാരം. മഹാഭാരതം 5ാം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ പാണ്ഡുവിൻ്റെ മരണശേഷമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം സത്യവതിയും അംബികയും അംബാലികയും ഒക്കെ കാട്ടിലേക്ക് പോയി തപസ് ചെയ്തു. അവർ മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേർന്നു. അതിനുശേഷം ഹസ്തിനപുരവാസത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കാലചക്രം മുന്നോട്ടുരുണ്ടു. പാണ്ഡുവിൻ്റെ മരണം കൊണ്ടുണ്ടായ ദുഃഖം മറവി കാട്ടാറിലൂടെ ഒഴുകിപ്പോയി. കുന്തിയും പാണ്ഡവന്മാരും ഹസ്തിനപുരിയിൽ താമസമാക്കി. ധൃതരാഷ്ട്രരുടെ രക്ഷകർത്തത്തിലും ഭീഷ്മൻ്റെയും വിതുരൻ്റെയും മേൽനോട്ടത്തിലും അവൾ വളർന്നു വന്നു. ബലവാന്മാരായ പാണ്ഡവരും അവരുടെ സമപ്രായക്കാരായ ദുര്യോധനാദികളായ കൗരവന്മാരും ഒരുമിച്ചു കളിച്ചു വളർന്നു. പാണ്ഡവന്മാർ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും കളികളിൽ 100 പേരെക്കാൾ സമർത്ഥന്മാരായിരുന്നു. ഓട്ടം, ചാട്ടം, ഒളിച്ചുകളി തുടങ്ങി എല്ലാറ്റിലും പാണ്ഡവരെ ജയിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. 100 പേരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് പിടിച്ച് കശക്കൊന്നിന് കഴിയുന്നത്ര കായിക ശക്തി ഭീമനുണ്ടായിരുന്നു. ഭീമൻ 100 പേരിൽ 2ഉം 4ഉം പേരുടെ തലയ്ക്ക് പിടിച്ച് കൂട്ടിപ്പിടിക്കുകയും വേദന കൊണ്ട് പുളയുന്ന അവരെ കണ്ടു ചിരിച്ചു രസിക്കുകയും ചെയ്യുമായിരുന്നു. കുളിക്കുന്ന അവസരത്തിൽ കൗരവരെ പിടിച്ചു വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിക്കുന്നതും ഭീമൻ്റെ രസകരമായ പ്രവൃത്തികളിൽ ഒന്നായിരുന്നു. കൗരവർ പഴം പറിക്കാൻ മരത്തിൽ കയറിയാൽ ഭീമൻ മരം പിടിച്ചു കുലുക്കും. പഴങ്ങളോടൊപ്പം പഴം പറിക്കാൻ കയറിയവരും താഴെ വീഴും. അപ്പോൾ ഭീമൻ കൈകൊട്ടി ചിരിക്കും. കൗരവന്മാർക്ക് ഒരു കാര്യത്തിലും ഭീമനോട് പകരം വീട്ടാൻ കഴിഞ്ഞില്ല. ഭീമന് ഇതൊക്കെ ബാലസഹജങ്ങളായ ചാബല്യങ്ങളായിരുന്നു. അവന് ദ്രോഹബുദ്ധി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രന് ഭീമനോട് ഈർഷ്യയുണ്ടായി. എങ്കിലും അദ്ദേഹം അത് പുറത്തു കാട്ടിയില്ല. ധൃതരാഷ്ട്രന് തൻ്റെ മൂത്രപുത്രനായ ദുര്യോധനോട് വളരെയേറെ സ്നേഹമുണ്ടായിരുന്നു. അതിനാൽ ദുര്യോധനൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ അദ്ദേഹം എപ്പോഴും സന്നദ്ധനായിരുന്നു. ദുര്യോധനിൽ കൂടിയാണ് അവൻ്റെ സഹോദരന്മാരെല്ലാം അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് നേടിയെടുത്തിരുന്നത്. തന്മൂലം ദുര്യോധനന് രാജാവിൻ്റെ മുൻപിലും രാജകൊട്ടാരത്തിലും പ്രത്യേകമായ സ്വാധീനവും പ്രാവണ്യവും ഉണ്ടായിരുന്നു. അവൻ്റെ പ്രമുഖ സ്ഥാനം അവനെ അഹങ്കാരിയും ഗർവിഷ്ഠനാക്കുകയും മാറ്റുകയും ചെയ്തു. പാണ്ഡവന്മാർ ഒരിക്കലും ദുര്യോധനെ ആശ്രയിക്കുകയോ അവൻ്റെ പ്രാമണ്യം അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ദുര്യോധനെ പ്രഹരിക്കുന്നതിന് ഭീമൻ മടിച്ചിരുന്നുമില്ല. ഭീമനെ ഏതു വിധത്തിലും ഒതുക്കണമെന്നുള്ള ചിന്ത ദുര്യോധനിൽ വളർന്നു വന്നു. ഭീമനെ കൈകാലുകൾ വരിഞ്ഞുകെട്ടി വെള്ളത്തിൽ മുക്കിക്കൊല്ലാനുള്ള ഒരു പരിപാടി ദുര്യോധനൻ ആസൂത്രണം ചെയ്തു. ഗംഗാതീരത്ത് പോയി താവളമടിച്ച് ഗംഗയിൽ ജലക്രീഡ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്ത ആ വിവരം ദുര്യോധനൻ എല്ലാവരെയും അറിയിച്ചു. കൗരവന്മാരും പാണ്ഡവന്മാരും ഗംഗാതീരത്തെത്തി. അവിടെ അവർക്ക് തങ്ങുന്നതിനുള്ള കൂടാരങ്ങളും തയ്യാർ ചെയ്തിരുന്നു. എല്ലാവരും ചേർന്ന് ധാരാളം മധുരപലഹാരങ്ങൾ അകത്താക്കി. ഇത്തരുണത്തിൽ കാളക്കൂട വിഷം ചേർത്ത പലഹാരം ദുര്യോധനൻ സ്നേഹപൂർവ്വം ഭീമന് നൽകി. അവൻ അതൊക്കെ തിന്നുകയും ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും ജലക്രീഡയ്ക്കായി ഗംഗയിലിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വിഷം ശരീരത്തിൽ വ്യാപിച്ച ഭീമൻ കരക്ക് കയറി ഒരു കൂടാരത്തിൽ വന്നു കിടന്നു ഉറക്കമായി. ഈ തക്കം നോക്കി ദുര്യോധനൻ ഭീമനെ കയറിട്ടു വരിഞ്ഞുകെട്ടി സഹോദരങ്ങളുടെ സഹായത്തോട് പൊക്കിയെടുത്ത് ഗംഗാനദിയിൽ കൊണ്ടു ചെന്നിട്ടു. ഭീമൻ വെള്ളത്തിൽ താണുപോയി. അവസാനം നാഗലോകത്തെത്തി. ഒരു മനുഷ്യൻ തങ്ങളുടെ സങ്കേതത്തിൽ വന്നതിൽ ക്രൂദ്ധരായ സർപ്പങ്ങൾ ഭീമനെ കൊത്തി. ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ കടിയേറ്റപ്പോൾ ഭീമൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷം ഇളകി. അതിൻ്റെ ശക്തി കുറഞ്ഞു. ഭീമൻ ഉണർന്ന് ശരീരത്തിലുണ്ടായിരുന്ന കെട്ടുകൾ പൊട്ടിച്ചു. അവൻ പാമ്പുകളെ ആക്രമിച്ചു. പാമ്പുകൾ അവനെ വീണ്ടും വീണ്ടും കടിച്ചു. പാമ്പുകളുടെ വിഷം ഭീമൻ്റെ ശരീരത്തിൽ വ്യാപിച്ചപ്പോൾ അവനിലുണ്ടായ വിഷത്തിന് തീരെ ശക്തിയില്ലാതായി. ഭീമൻ പാമ്പുകളോട് ശക്തമായി ഏറ്റുമുട്ടി. പാമ്പുകൾ ഭയന്ന് ഓടി. അവർ അവരുടെ രാജാവായ വാസുകിയുടെ മുന്നിലെത്തി വിവരങ്ങൾ അറിയിച്ചു. വാസുകി ഭീമൻ്റെ അടുത്തെത്തി. ഭീമൻ്റെ വീരപരാക്രമം കണ്ട് അവനെ അഭിനന്ദിച്ചു. 1000 നാഗങ്ങളുടെ ശക്തി നൽകുവാൻ കഴിയുന്ന നാഗരസം നിറച്ച കുടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് ഭീമന് നൽകുവാൻ വാസുകി ആജ്ഞാപിച്ചു. രസകുംഭങ്ങൾ ഭീമൻ്റെ മുമ്പാകെ എത്തി. അവൻ 8 കുടം രസം നിഷ്പ്രയാസം കുടിച്ചു. അതിനുശേഷം നാഗങ്ങൾ ഒരുക്കിയ തൽപ്പത്തിൽ കിടന്ന് സുഖമായി ഉറങ്ങി. ജലക്രീഡ കഴിഞ്ഞു കുമാരന്മാരെല്ലാം കരയ്ക്ക് കയറി. ഭീമനെ മാത്രം കണ്ടില്ല. ഭീമൻ നേരത്തെ തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെന്ന് ദുര്യോധനൻ നുണ പറഞ്ഞു. എല്ലാവരും അത് വിശ്വസിച്ചു. കുമാരന്മാരെല്ലാം കൊട്ടാരത്തിൽ തിരിച്ചെത്തി. കൊട്ടാരത്തിലെത്തിയ യുധിഷ്ഠിരൻ അമ്മയുടെ അടുത്തെന്ന് ഭീമനെപ്പറ്റി അന്വേഷിച്ചു. ഭീമൻ മടങ്ങിയെത്തിയില്ലെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് അവർക്ക് തോന്നി. അവർ വ്യസനത്തോട് വിതുരൻ്റെ അടുക്കൽ പോയി വിവരം അറിയിച്ചു. അദ്ദേഹം അവരെ സമാധാനിപ്പിച്ചു. ഭീമന് യാതൊരു വിധത്തിലുള്ള അപകടമുണ്ടാക്കാതെ മടങ്ങിയെത്തുമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. വിതുരൻ പറഞ്ഞത് വൃഥാവിലാകില്ലെന്ന് ഉറപ്പുണ്ടായിരുന്ന അവർ സമാധാനത്തോടെ ഭീമനെ കാത്തിരുന്നു. 8 കുടം
നാഗരസം കുടിച്ച് ഉറക്കം തുടങ്ങിയ ഭീമൻ 8-ാം ദിവസമാണ് ഉണർന്നത്. അപ്പോൾ നാഗങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഹേ വീര, നീ കുടിച്ച രസം മഹാവീര്യമുള്ളതാണ്. നിനക്കിപ്പോൾ 10,000 ആനയുടെ ശക്തി ലഭിച്ചിരിക്കുന്നു. നീ ഇനിയും കൊട്ടാരത്തിലേക്ക് പോവുക. നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാത്തിരിക്കുകയാണ്. നാഗങ്ങൾ തന്നെ ഞൊടിയിടയിൽ അവനെ നാഗലോകത്ത് നിന്ന് ഭൂമിയിലെത്തിച്ചു. ഭീമൻ അമ്മയുടെ അടുത്തെത്തി. കുന്തിദേവി അവനെ ആലിംഗനം ചെയ്തു, ശിരസിൽ ചുംബിച്ചു. സഹോദരന്മാരെല്ലാം ആശ്ചര്യം കൊണ്ട് അവശിഷ്ടരായി. ഭീമൻ ശരീരത്തിൽ തൊട്ടുനോക്കി. അവൻ ആനന്ദ കണ്ണുനീർ പൊഴിച്ചു. നടന്ന വിവരങ്ങളെല്ലാം വിശദമായി ഭീമൻ എല്ലാവരെയും അറിയിച്ചു. എല്ലാവരും അത്യധികം സന്തോഷിച്ചു. ഈ വിവരങ്ങളൊക്കെ ഗോപ്യമായി വയ്ക്കുന്നതിന് നല്ലതെന്ന് യുധിഷ്ഠിരൻ അനുജന്മാർക്ക് നിർദ്ദേശം നൽകി. ഭീമൻ വീണ്ടും കണ്ടപ്പോൾ ദുര്യോധൻ എളിഫനായി. ഭീമനോട് അവനോടുള്ള അരിശം വർദ്ധിച്ചു. ഏതു വിധേനയും ഭീമനെ കൊല്ലണമെന്ന് തന്നെ നിശ്ചയിച്ചു. ദുര്യോധനനും സഹായികളായി കർണനും ശകുനിയും ഉണ്ടായിരുന്നു. ഭീമന്റെ ശക്തി കൊണ്ടാണ് എപ്പോഴും തങ്ങൾക്ക് തോൽവി ഉണ്ടാകുന്നതെന്ന് ദുര്യോധനാദികൾ ധരിച്ചിരുന്നതുകൊണ്ട് ഭീമനെ വകവരുത്തിയാൽ പിന്നീട് ഒന്നും ഭയപ്പെടേണ്ടതില്ലെന്നു അവരുടെ ചിന്ത. ആകയാൽ ഭീമനെ കൊല്ലുന്നതിനും പിന്നെ പല വഴികളും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിലും വായുപുത്രനായ ഭീമൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. ക്ഷത്രിയ രാജകുമാരന്മാർ നിർബന്ധമായും അസ്ത്രവിദ്യ അറിഞ്ഞിരിക്കണം. പാണ്ഡവന്മാരും കൗരവന്മാർക്കും അസ്ത്രാഭ്യാസം നൽകാനുള്ള ചുമതല കൃപാചാര്യർ ഏറ്റെടുത്തു. അദ്ദേഹം ബാല്യകാലം മുതൽക്കു തന്നെ ശാന്തനു മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്നു വന്ന പ്രശസ്തനായ ധനുർവേദ ആചാര്യനായിരുന്നു. ഗൗതമ മഹർഷിയുടെ പരമ്പരയിൽ ശാരധ്വാൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹത്തിനു വേദധ്യാനയിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അസ്ത്രവിദ്യയിൽ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹത്തെ അച്ഛൻ ധനുർവിദ്യ അഭ്യസിപ്പിച്ചു. ശാരധ്വാൻ അതിൽ പ്രാവീണ്യം നേടി. അദ്ദേഹം പിന്നീട് വനത്തിൽ പോയി ദിവ്യ അസ്ത്രലബ്ധിക്ക് വേണ്ടി തപസ് ചെയ്തു. ഇവിടെ വെച്ച് അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ടായി, ഒരാണും ഒരു പെണ്ണും. തൻ്റെ തപസ്സിന് ഭംഗം വന്ന അദ്ദേഹം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയി. ആ ഘട്ടത്തിൽ ശന്തനു മഹാരാജാവ് അനുചരന്മാരോടൊപ്പം വനത്തിൽ നായാട്ടിന് വന്നു. അനുചരന്മാരിൽ ഒരുവൻ ഈ കുട്ടികളെ എടുത്തു രാജാവിനെ ഏൽപ്പിച്ചു. അദ്ദേഹം കുട്ടികളോട് കൃപ തോന്നി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു വളർത്തി. രാജാവിൻ്റെ കൃപ കൊണ്ട് വളർന്നതിനാൽ ആൺകുട്ടിക്ക് കൃപൻ എന്നും പെൺകുട്ടി കൃപി എന്നും പേരിട്ടു. ഈ കുട്ടികൾ 2 പേരും രുദ്രഗണങ്ങളുടെ അവതാരങ്ങളായിരുന്നു. ശാരദ്വാൻ തപോനിഷ്ഠനായി വനത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ പരിക്തനായ തൻ്റെ ശിശുക്കൾ കൊട്ടാരത്തിൽ വളർന്നു വരുന്ന വിവരം അറിയാൻ ഇടയായി. അദ്ദേഹം കൊട്ടാരത്തിൽ വന്ന് കുട്ടികളെ കാണുകയും അവരുടെ യഥാർത്ഥ വിവരങ്ങൾ രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു. ശരദ്വാൻ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് കൃപലനെ 4 വിധത്തിലുള്ള ധനുർവേദങ്ങളും നാനാതരത്തിലുള്ള അസ്ത്രവിദ്യകളും അഭ്യസിപ്പിച്ചു. ക്രമേണ കൃപൻ ധനുർവേദത്തിൻ്റെ ആചാര്യനായി തീർന്നു. കൗരവന്മാരും പാണ്ഡവന്മാരും യദുക്കളും വൃഷ്ണിപുങ്കവന്മാരും നാനാ പ്രദേശത്തു നിന്ന് വന്ന രാജാക്കന്മാരും കൃപാചാര്യനിൽ നിന്ന് അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചു. കൃപാചാര്യൻ രാജകുമാരന്മാരെ വേണ്ട വിധത്തിൽ അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചു. എങ്കിലും കൃപാചാര്യൻ ചെറുപ്പം മുതൽക്കേ എല്ലാവർക്കും സുപരിചിതനായിരുന്നാൽ അപരിചിതനെ കൊണ്ട് കുമാരന്മാരെ വേണ്ടത്ര വിദ്യാസമ്പന്നരാക്കാൻ അദ്ദേഹം പോരാ എന്നൊരു തോന്നൽ ഭീഷ്മർക്കുണ്ടായിരുന്നു. തന്മൂലം കൃപാചാര്യരെക്കാൾ കുറെ കൂടി കഴിവുള്ള ഒരു ആചാര്യനെ ഭീഷ്മർ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു സംഭവമുണ്ടായി. രാജകുമാരന്മാരെല്ലാം കൂടെ കൊട്ടാരത്തിന് വെളിയിലുള്ള തുറസായ ഒരു സ്ഥലത്ത് പന്ത് കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പന്ത് അടുത്തുള്ള ഒരു കിണറ്റിൽ വീണു. അതെടുക്കുവാൻ കുമാരന്മാർ പലവിധത്തിൽ ശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല. അവർ നിരാശരായി ചുറ്റുനോക്കി. അപ്പോഴവരുടെ പ്രവർത്തികൾ സൂക്ഷിച്ചും നിരീക്ഷിച്ചും അവരെ നോക്കി ചിരിച്ചുകൊണ്ട് കറുത്തുമെലിഞ്ഞ ഒരു മനുഷ്യൻ അല്പം അകലെ നിൽക്കുന്നത് കണ്ടു. കുമാരന്മാർ അയാളെ സമീപിച്ച് ആ പന്ത് എടുത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് കുമാരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ക്ഷത്രിയന്മാരല്ലേ? നിങ്ങളുടെ ക്ഷാത്രം വളരെ മോശം. കിണറ്റിൽ പോയ ഒരു പന്തെടുക്കുന്നതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ, കഷ്ടം. മെലിഞ്ഞ മനുഷ്യൻ അയാളുടെ കൈവിരലിൽ കിടന്ന ഒരു മോതിരം ഊരിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഈ മോതിരം ഞാൻ കിണറ്റിലിടാം. നിങ്ങളുടെ പന്തും ഈ മോതിരവും കിണറ്റിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. എനിക്ക് ആഹാരം തന്നാൽ മതി, എന്താ? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, കൃപാചാര്യരുടെ സമ്മതത്തോടെ ഭവാൻ എന്നെയും ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ഭിക്ഷ വാങ്ങുക, എന്നെന്നും ഭക്ഷണം കഴിക്കുക. മെലിഞ്ഞ മനുഷ്യൻ ഒരു പിടി ഈർക്കിലെടുത്ത് മന്ത്രം ജപിച്ച് അതിനെ ശക്തി വരുത്തി അതിൽ ഒരെണ്ണം കിണറ്റിലേക്ക് എറിഞ്ഞു. അത് പന്തിന്മേൽ തറച്ചു കയറി. മറ്റൊരെണ്ണം എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു. അത് പന്തിന്മേൽ തറച്ചിരുന്ന ആദ്യത്തെ ഈർക്കിലിന്മേൽ തറച്ചു. ഇങ്ങനെ അനവധി ഈർക്കിലുകൾ ഒന്നിനുമേൽ ഒന്നൊന്നായി തറച്ചു. അവസാനത്തെ ഈർക്കിലിൽ കയ്യെത്തിപ്പിടിക്കാൻ പരുവമായപ്പോൾ അതിന്മേൽ പിടിച്ചുപൊക്കി. ഈർക്കിലുകളോടൊപ്പം അതിന്മേൽ തറച്ചിരുന്ന പന്തും കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു.
കുമാരന്മാർ ഈ മനുഷ്യൻ്റെ പ്രവൃത്തി കണ്ട് പകച്ചു നിന്നുപോയി. അതിനുശേഷം അയാൾ തൻ്റെ മോതിരം കിണറ്റിലേക്കിട്ട് മോതിരവും അമ്പിനോടൊപ്പം മുകളിലേക്കെടുത്തു. ഇതുകൂടി കണ്ടപ്പോൾ കുമാരന്മാർക്ക് ആ മനുഷ്യനോട് തോന്നിയ ബഹുമാനം ശതഗുണീഭവിച്ചു. അവർ അത്ഭുതം കൂറുന്ന മിഴികളുടെ ആ മനുഷ്യനെ നോക്കി നിന്നു. കുമാരന്മാർ ചോദിച്ചു, ഹേ ബ്രാഹ്മണ, അങ്ങേപ്പോലെ കഴിവുള്ള ഒരാളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങ് ആരാണ്? ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? ബ്രാഹ്മണൻ പറഞ്ഞു, നിങ്ങൾ പോയി ഭീഷ്മനോട് ഈ വിവരം പറയുക. അപ്പോൾ ഞാൻ ആരാണെന്ന് അദ്ദേഹം പറഞ്ഞു തരും. കുമാരന്മാർ ഭീഷ്മരുടെ അടുത്തെത്തി കറുത്തുമെലിഞ്ഞ ബ്രാഹ്മണനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെപ്പറ്റിയും ഭീഷ്മരെ അറിയിച്ചിട്ട് അദ്ദേഹം ആരാണെന്ന് ആരാഞ്ഞു. തേടിയ വെള്ളി കാലിൽ ചുറ്റിയെന്ന ആഹ്ലാദത്തോടെ ചിരിച്ചുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു, അത് ദ്രോണരാണ്. ആരാണ് ഈ ദ്രോണൻ? രാജകുമാരന്മാർ ഒന്നു ചേർന്ന് ചോദിച്ചു. ദ്രോണാചാര്യർ. ഗംഗാതീരത്ത് ആശ്രമം കെട്ടി പാർത്തിരുന്ന ഭരദ്വജമുനിയുടെ പുത്രനാണ് ദ്രോണൻ. ഒരു കുടത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട്, ദ്രോണം എന്ന് വെച്ചാൽ കുടത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ആ പുത്രന് ദ്രോണൻ എന്ന് പേരിട്ടു. ദ്രോണൻ ഭരദ്വജമുനിയുടെ ആശ്രമത്തിൽ പാർത്തുവന്നു. പിന്നീട് ദ്രോണൻ അഗ്നിവേശമുനിയുടെ ആശ്രമത്തിൽ താമസിച്ച് അസ്ത്രവിദ്യ പഠിച്ചു. അക്കാലത്ത് പാഞ്ചാല രാജാവായ വൃഷധന്റെ പുത്രനായ ദ്രുപദൻ എന്നുകൂടി പേരുള്ള യജ്ഞസേനയും മുനിയുടെ കീഴിൽ അസ്ത്രാഭ്യാസം ഉണ്ടായിരുന്നു. ദ്രോണനും ധ്രുവനും ഉറ്റ തോഴന്മാരായി. രാജകുമാരന്മാർ മുനികുമാരനെ പലവിധത്തിലും സഹായിക്കുകയും ചെയ്തു. ഒരു മനസ്സും ഇരട്ട ശരീരവുമായി കഴിഞ്ഞുകൂടിയ ആ ചങ്ങാതിമാർ പരസ്പരം പിരിയുമ്പോൾ ധ്രുവൻ പറഞ്ഞു, ചങ്ങാതി ദ്രോണ, നീ വിഷമിക്കേണ്ട. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഇഷ്ടപുത്രനാണ്. ഞാൻ പാഞ്ചാല രാജ്യത്തെ രാജാവാകും. അന്ന് രാജഭോഗങ്ങളെല്ലാം എന്നോട് കൂടി ചേർത്ത് കൊണ്ട് നീയും സുഖിക്കുന്നതിന് ഞാൻ നിന്നെയും കൂട്ടും. എൻ്റെ സുഖങ്ങളും മുതലും എല്ലാം നിനക്കും അധീനമായി തീരും. ദ്രോണൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് അച്ഛൻ്റെ അടുക്കൽ എത്തി. അച്ഛൻ്റെ നിർബന്ധപ്രകാരം കൃപൻ്റെ സഹോദരിമാരായ കൃപിയെ വിവാഹം ചെയ്തു. അവർക്ക് അശ്വത്ഥാമാവ് എന്നൊരു പുത്രനുണ്ടായി. കൃപി സൽഗുണ സമ്പന്നയായ ഒരു പതിവ്രത രത്നമായിരുന്നു. ദ്രോണൻ അവളെ ഉള്ളഴിഞ്ഞു സ്നേഹിച്ചു. ദ്രോണർ ഭാര്യയേക്കാൾ കൂടുതൽ സ്നേഹമുണ്ടായിരുന്ന അശ്വത്ഥാത്മാവിനോട് ഭാര്യയുടെ പുത്രൻ്റെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ദരിദ്രാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മനം നൊന്തു. അപ്പോഴാണ് തൻ്റെ ചങ്ങാതിയായ ധ്രുവനിൽ നിന്ന് ഭാവിയിൽ ലഭിക്കാനിടയുള്ള സുഖോഭോഗങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ട് അദ്ദേഹം ആശ്വസിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ജാമയജ്ഞായ പരശുരാമൻ തൻ്റെ സ്വത്തുക്കളെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതായി കേട്ടിട്ട് ദ്രോണൻ പരശുരാമനെ കാണാൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി. ഭാർഗവരാമൻ എല്ലാം കൈവിട്ട് കാട് കയറാൻ ഒരുമ്പെടുന്ന സമയമായിരുന്നു. ദ്രോണൻ പരശുരാമനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, പ്രഭു, ഞാൻ ഭരദ്വജൻ്റെ പുത്രനാണ്. ദ്രോണെന്നാണ് എൻ്റെ പേര്. ധനത്തിനായി ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഭാർഗവരാമൻ പറഞ്ഞു, അല്ലയോ ദ്രോണ, നീ താമസിച്ചു പോയി. എൻ്റെ ധനം മുഴുവൻ ഞാൻ നൽകിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് എൻ്റെ ഉടലും വിലമതിക്കാൻ കഴിയാത്ത എൻ്റെ ശസ്ത്രങ്ങളും മാത്രമാണ്. ഇതിലാണ് നിനക്ക് എന്നത് വേണ്ടെന്ന് വെച്ചാൽ അത് തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ സന്നദ്ധനാണ്. ദ്രോണർക്ക് എന്താണ് വേണ്ടതെന്ന് സംശയമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജമദഗ്നനോട് പറഞ്ഞു, പ്രഭു, അങ്ങയുടെ സമസ്ത അസ്ത്രങ്ങളും പ്രയോഗിക്കുന്നതിനുള്ള തത്വബോധത്തോടു കൂടിയും സംസ്കാര ക്രമത്തോടു കൂടിയും എനിക്ക് തന്നാലും. പരശുരാമൻ അത് സമ്മതിച്ചു. സർവജ്ഞനും ധനുശാസ്ത്ര ക്രോധവിദ്യനുമായ ഭാർഗവരാമൻ എല്ലാം ദ്രോണർക്ക് നൽകി. അദ്ദേഹം പരശുരാമനെ നമസ്കരിച്ച് ആശീർവാദം വാങ്ങി അവിടുന്ന് മടങ്ങി. വീട്ടിലെത്തിയ ദ്രോണൻ ഭാര്യയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴും തൻ്റെ പഴയ സുഹൃത്തായ ധ്രുവൻ പാഞ്ചാല രാജ്യത്തിലെ രാജാവായ വിവരം ദ്രോണൻ അറിഞ്ഞു. അദ്ദേഹത്തെ കാണാനായി ഭാര്യയോടും പുത്രനോടും കൂടി ദ്രോണൻ പാഞ്ചാലത്തേക്ക് പുറപ്പെട്ടു. പാഞ്ചാലത്തെത്തിയ ദ്രോണർക്ക് വളരെ പ്രയാസപ്പെട്ടാണ് രാജാവിനെ കാണാൻ തന്നെ തരപ്പെട്ടത്. ദ്രോണൻ ധ്രുവസന്നിധിയിലെത്തി. കണ്ടാൽ ഉടൻ പഴയ ചങ്ങാത്തം ഓർത്ത് സിംഹാസനത്തിൽ നിന്ന് ചാടി എണീറ്റ് വന്ന് തന്നെ കെട്ടിപ്പുണരുമല്ലോ എന്ന് കരുതിയാണ് ദ്രോണന് ഇച്ഛാഭംഗമുണ്ടായത്. അദ്ദേഹം പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് എല്ലാം സംഭവിച്ചത്. മാനസികമായി ദ്രോണരിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന തലത്തിലായിരുന്നു ധ്രുവന്റെ പെരുമാറ്റം. ദ്രോണൻ ചോദിച്ചു, മഹാരാജാവി, അങ്ങ് എന്നെ ഓർക്കുന്നില്ലേ? ഞാൻ അങ്ങയുടെ പഴയ സുഹൃത്തായ ദ്രോണനാണ്. ദ്രോണൻ തൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. ധ്രുവൻ പുച്ഛത്തോട് ദ്രോണനെ നോക്കി പുരികം ചൊളിച്ചു. കണ്ണുകൾ ചുവന്നു. രാജാവ് കോപത്തോട് പറഞ്ഞു, സുഹൃത്തോ, നീ എവിടെ? മന്നവനായ ഞാൻ എവിടെ? നമുക്കും തമ്മിൽ സൗഹൃദം സാധ്യമല്ലെന്നറിയാൻ കഴിയാത്ത മൂഢനാണ് നീ. ദരിദ്രനും ധനവാനും തമ്മിലുള്ള ജളനും പണ്ഡിതനും തമ്മിലും ഭീരുവും ശുംഭനും തമ്മിലും ഒരിക്കലും സൗഹൃദം സാധ്യമല്ല. തുല്യമാർ തമ്മിലേ സൗഹൃദം സാധ്യമാകുകയുള്ളൂ. പണ്ട് നാം സുഹൃത്തുക്കളായിരുന്നിരിക്കാം, എന്നാൽ കാലപ്പഴക്കം കൊണ്ട് അത് മാഞ്ഞുപോയിരിക്കുന്നു. കാലം എല്ലാറ്റിനെയും മായ്ച്ചു കളയും.
നിനക്ക് വേണമെങ്കിൽ ഒരു രാത്രിക്കുള്ള ഭക്ഷണം ഞാൻ തരാം. ദ്രോണൻ അപമാനിതനായി കോപം കൊണ്ട് ശരീരം വിറച്ചു. ധ്രുവന്റെ ധിക്കാരം ദ്രോണന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തി. ഇതിനു പകരം ചോദിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ദ്രോണൻ പാഞ്ചാലന്റെ കൊട്ടാരം വിട്ടിറങ്ങി. അദ്ദേഹം ഹസ്തിനപുരിയിലെത്തി ശ്യാലനായ കൃപന്റെ വീട്ടിൽ ആരും അറിയാതെ താമസിച്ചു. അപ്രകാരം താമസിക്കുന്നിടെയാണ് രാജകുമാരന്മാർ ദ്രോണനെ കാണാനിടയായതും അവരിൽ കൂടി ദ്രോണൻ ഹസ്തിനപുരിയിലെന്തെന്ന വിവരം ഭീഷ്മൻ അറിയാനിടയായതും. ഭീഷ്മർ ഉടൻ തന്നെ ആളയച്ച് ദ്രോണരെ വരുത്തി. ആ അസ്ത്രശാസ്ത്ര വിശാരദനെ അദ്ദേഹം ബഹുമാനത്തോടെ സ്വീകരിച്ചു. താൻ എപ്രകാരമാണ് ഹസ്തിനപുരത്ത് ഇടയായുള്ള വൃത്താന്തങ്ങളെക്കുറിച്ച് ഭീഷ്മനെ അറിയിച്ചുകൊണ്ട് ദ്രോണൻ ചോദിച്ചു, ഞാനെന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഭീഷ്മൻ ദ്രോണനെ തൻ്റെ പൗത്രന്മാരുടെ ഗുരുവായി അവരോധിച്ചു. അദ്ദേഹത്തിന് എല്ലാ സുഖസൗകര്യങ്ങളും കൂടി താമസിക്കാനുള്ള ഗ്രഹവും അതിനു പുറമെ ധാരാളം ധനവും വിശിഷ്ട വസ്തുക്കളും നൽകി. ദ്രോണൻ രാജകുമാരന്മാരെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ തുടങ്ങി. കൃപനിൽ നിന്ന് വേണ്ട വിധം അഭ്യാസം ലഭിച്ചിരുന്ന അവരെല്ലാവരും കൂടുതൽ വൈവിധ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് ദ്രോണൻ മനസ്സിലാക്കി. അദ്ദേഹം അതിനായി ഒരുമ്പെട്ടു. ഒരു ദിവസം ശിഷ്യന്മാരെല്ലാം വിളിച്ച് അരികിൽ നിർത്തി ദ്രോണൻ പറഞ്ഞു, ഞാൻ ഈ ഹൃദയത്തിൽ ഒരു സംഗതി കരുതുന്നുണ്ട്. കൃതാശാസ്ത്രമായി തീരുന്ന മാത്രമേ നിങ്ങൾ ആദ്യം ഇത് ചെയ്തു തരണം. എല്ലാവരും അത് കേട്ടിട്ട് മൗനം പാലിച്ചതേയുള്ളൂ. അർജുനൻ മാത്രം മുന്നോട്ട് വന്ന് പറഞ്ഞു, ഗുരു, ഭവാന്റെ ആഗ്രഹം എന്താണെങ്കിലും ഞാൻ സാധിച്ചു തരാം, ഇത് സത്യം. ദ്രോണൻ ഇത് കേട്ട് ഹർഷപുളകമണിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ധാരധാരയായി സന്തോഷബാഷ്പം ഒഴുകി. അർജുനനെ കെട്ടിപ്പിടിച്ച് ദ്രോണൻ മൂർധാവിൽ ചുംബിച്ചു. ധ്രുവനോട് പകരം വീട്ടുന്ന കാര്യമാണ് ദ്രോണൻ മനസ്സിൽ കരുതിയിരുന്നത്. കൗരവന്മാരെയും പാണ്ഡവന്മാരെയും പലവിധത്തിലുള്ള അസ്ത്രവിധികൾ ദ്രോണൻ പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ കർണനുമുണ്ടായിരുന്നു. കർണനെ എടുത്തു വളർത്തിയ അതിരഥൻ തേരാളിയായിരുന്നല്ലോ. അയാളുടെ പുത്രനായി തീർന്ന കർണൻ ദുര്യോധനന്റെ ആശ്രിതനായിട്ടാണ് അവരുടെ ഇടയിൽ കഴിച്ചുകൂട്ടിയത്. അതിരഥന്റെ ഭാര്യയായ രാധയുടെ പുത്രൻ എന്ന നിലയിൽ അവനെ രാധീൻ എന്നാണ് വിളിച്ചിരുന്നത്. അവൻ കോപശീലനക്കാരനായിരുന്നു. ധനുർവിദ്യയിൽ ഏറ്റവും അധികം പാഠവും പ്രകടിപ്പിച്ചത് അർജുനനായിരുന്നു. തന്മൂലം അർജുനനോട് ഗുരുവിന് പ്രീതിയേറി. ഇഷ്ടാസ്ത്രങ്ങളും മറ്റും എല്ലാ അസ്ത്രവിദ്യകളും ദ്രോണൻ കുമാരന്മാരെ പഠിപ്പിച്ചു. ഒരു ദിവസം ശിഷ്യന്മാരെ വിളിച്ച് ഓരോ കമണ്ഡലവും കയ്യിൽ കൊടുത്തിട്ട് അതിൽ വെള്ളം കൊണ്ടുവരുവാൻ അവരെ നിയോഗിച്ചു. എല്ലാവരും വെള്ളം തേടിപ്പോയി. എന്നാൽ അർജുനാവട്ടെ അവിടെ തന്നെ നിന്നു. എന്നിട്ട് വരുണാസ്ത്രത്ത ജലം വരുത്തി. ഇത് കണ്ടപ്പോൾ ഇഷ്ടാസ്ത്രങ്ങളുടെ പ്രയോഗത്തിൽ നിന്ന് അർജുനൻ പ്രാവീണ്യം നേടിയതായി ദ്രോണൻ മനസ്സിലാക്കി. മറ്റൊരവസരത്തിൽ അർജുനനെ പരീക്ഷിക്കുന്നതിനായി രാത്രിയിൽ അർജുനൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റടുപ്പിച്ച് വിളക്ക് കെടുത്തി. കയ്യിലും വായിലും ചോറും കറികളുമായി. പക്ഷേ പരിശീലനം കൊണ്ട് നല്ലതുപോലെ ഇണങ്ങിയിരുന്നതിനാൽ പാർത്ഥന് ഇരുട്ടത്ത് ആഹാരം കഴിക്കാൻ ഒരു പ്രയാസവും തോന്നിയില്ല. അഭ്യാസത്തിനും ഉണ്ടെങ്കിൽ ഒന്നിനും വിഷമിക്കില്ല, ശ്രദ്ധ വേണമെന്ന് മാത്രം എന്നീ പ്രകാരമായിരുന്നു അർജുനന്റെ ചിന്ത. അതിനുശേഷം ഫൽഗുനന്റെ രാത്രിയിൽ ഇരുട്ടത്തു നിന്ന് അസ്ത്രം പ്രയോഗിച്ചും പരിശീലിക്കാൻ തുടങ്ങി. അവൻ അതിലും വിജയം കൈവരിച്ചു. ഇതെല്ലാം അറിഞ്ഞ ദ്രോണൻ വിജയനെ സസ്നേഹം തഴുകിക്കൊണ്ട് പറഞ്ഞു, ധനുർവിദ്യയിൽ നിന്നെ ഞാൻ അതുല്യനാക്കും. നിന്നെ ജയിക്കാൻ മറ്റാരുമുണ്ടാവുകയില്ല. ദ്രോണ ശിഷ്യന്മാരിൽ 2 പേർ ഗദായുദ്ധ വിദഗ്ധന്മാരായി. എന്നും ശത്രുത്വവും പുലർത്തിയിരുന്ന ഭീമനും ദുര്യോധനുമായിരുന്നു അത്. തേർ യുദ്ധത്തിലായിരുന്നു യുധിഷ്ഠിരന്റെ പ്രാവീണ്യം. വാൾപ്പയറ്റിൽ നകുല സഹോദരന്മാർ അതുല്യരായി. അർജുനാകട്ടെ എല്ലാത്തരം യുദ്ധത്തിലും അധീതനായിരുന്നു. അവൻ തേരാളിയായി പേരെടുത്തു. ബുദ്ധിശക്തി, യോഗം, ബലം, അസ്ത്ര, ശിക്ഷ എന്നിവയിൽ പാണ്ഡവനായ ധനഞ്ജയൻ എല്ലാവരെയും തോൽപ്പിക്കാൻ പോരുന്നവനായിരുന്നു. ദ്രോണൻ എല്ലാവരെയും ഒരുപോലെ തന്നെ പഠിപ്പിച്ചെങ്കിലും അവരെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തത് വൃഥയുടെ പുത്രനായ പാർത്ഥന് മാത്രമായി. ശിഷ്യന്മാർക്ക് അസ്ത്രവിയുള്ള കഴിവ് പരീക്ഷിക്കാനും തീരുമാനിച്ച ദ്രോണൻ ഒരു ദിവസം രാജകുമാരന്മാരെല്ലാം വിളിച്ചുകൂട്ടി. അതിനു മുമ്പായി ഒരു കിളിയുടെ രൂപമുണ്ടാക്കി ഒരു മരക്കൊമ്പിൽ വെച്ചിരുന്നു. അത് ഒരു യഥാർത്ഥ കിളിയായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. താൻ പറയുമ്പോൾ ആ കിളിയുടെ കഴുത്തിൽ തന്നെ അമ്പെയ്ത് കൊള്ളിച്ച് കിളിയുടെ തല താഴെ വീഴെടുത്തണമെന്ന് എല്ലാവരും അറിയിച്ചിട്ട് ഓരോരുത്തരെയും വിളിച്ച് വില്ല് കുലച്ച് ലക്ഷ്യത്തിലേക്ക് നോക്കാൻ ദ്രോണൻ നിർദ്ദേശിച്ചു. ആദ്യം ധർമ്മപുത്രനെയാണ് വിളിച്ചത്. യുധിഷ്ഠിരൻ വില്ലെടുത്ത് കുലച്ചു ലക്ഷ്യം നോക്കി നിന്നു. ദ്രോണൻ ചോദിച്ചു, നീ എന്തൊക്കെ കാണുന്നു? യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ മരവും കിളിയെയും അങ്ങയെയും അനുജന്മാരെയും വെവ്വേറെ കാണുന്നു. ദ്രോണൻ, നീ മാറി നിൽക്ക്, നിനക്ക് ഈ ലക്ഷ്യം ചെയ്യാൻ കഴിയില്ല. പിന്നീട് ദ്രോണൻ ഭീമൻ, ദുര്യോധനൻ തുടങ്ങിയ എല്ലാവരെയും വിളിച്ചു ലക്ഷ്യം നോക്കി എന്നൊക്കെ കാണുന്നെന്ന് ചോദിച്ചു. എല്ലാവരും യുധിഷ്ഠിരൻ പറഞ്ഞ പോലെ പലതും കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്.
ദ്രോണൻ ആരുടെ മറുപടിയിലും തൃപ്തനായില്ല. അദ്ദേഹം അവസാനം അർജുനെ വിളിച്ചു. ദ്രോണൻ ചോദിച്ചു, നീ എന്തൊക്കെ കാണുന്നു? മരത്തെയും എന്നെയും മറ്റും കാണുന്നില്ലേ? അർജുനൻ, ഇല്ല, ഞാൻ കിളിയെ അല്ലാതെ മറ്റൊന്നും തന്നെ കാണുന്നില്ല. ശരി, എങ്കിൽ ഒരു നിമിഷം കൂടി ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കൂ എന്ന് നിർദ്ദേശിച്ച് ദ്രോണൻ ചോദിച്ചു, ഇപ്പോൾ കിളിയെ കാണുന്നുണ്ടോ? അർജുനൻ, ഇല്ല, കിളിയെ കാണുന്നില്ല, തല മാത്രമേ കാണുന്നുള്ളൂ, ഉടൽ കാണുന്നില്ല. ഇത് കേട്ടപ്പോൾ ദ്രോണൻ രോമാഞ്ച കുഞ്ചിതനായി, ശരി, എയ്യുക. ദ്രോണൻ ആജ്ഞ കൊടുത്തു. സവ്യസാചി ബാണമയച്ചു. പക്ഷിയുടെ തല താഴെ. ദ്രോണൻ അർജുനെ ശ്ലാഘിച്ചു പുറത്തു തലോടി തൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഇവൻ ധ്രുവനോട് പകരം വീട്ടി എൻ്റെ അഭിമാനം കാക്കും എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. മറ്റൊരു ദിവസം ഗുരുവും ശിഷ്യന്മാരും കൂടി ഗംഗയിൽ കുളിക്കാൻ പോയി. കുളിക്കുന്നതിനിടയിൽ ദ്രോണരുടെ കാലിൽ ഒരു മുതല പിടികൂടി. മുതലയെ കൊന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ദ്രോണൻ മുറവിളി കൂട്ടി. ശിഷ്യന്മാർ അമ്പരന്നു എന്നല്ലാതെ ഒന്നും ചെയ്യാൻ മുതിർന്നില്ല. വെള്ളത്തിനടിയിൽ കിടന്ന മുതലയെ എങ്ങനെ കൊല്ലാൻ കഴിയും എന്നായിരുന്നു അവരുടെ ചിന്ത. അർജുനൻ ഉടൻ തന്നെ അമ്പും വില്ലുവെടുത്ത് മുന്നോട്ട് വന്ന് മുതല കിടന്നിരുന്ന ഭാഗത്തു നിന്ന് നുരകൾ വരുന്നുണ്ടായിരുന്നു. അത് ലക്ഷ്യം വെച്ച് അമ്പെയ്തു. അത് മുതലയുടെ മേൽ തറച്ചു. മുതല ചത്തുപൊങ്ങി. ദ്രോണൻ പാർത്ഥനിൽ അതീവ സന്തുഷ്ടനായി. വെള്ളത്തിൽ നിന്ന് കരകയറി അർജുനെ വാത്സല്യത്തോട് പുണർന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ പാർത്ഥ, അസ്ത്രവിദ്യയിൽ പഠിക്കേണ്ടതെല്ലാം നീ പഠിച്ചു കഴിഞ്ഞു. നീ അജയ്യനായി വിചാരിക്കും. നീ അജയ്യനാണ്, ഒരിക്കലും മറക്കരുത്. ഒരിക്കൽ കാട്ടാള രാജാവായ ഹിരണ്യധനുസിൻ്റെ പുത്രനായ ഏകലവ്യൻ ദ്രോണരെ സമീപിച്ചു. തൻ്റെ അസ്ത്രവിദ്യ അഭ്യസിക്കണമെന്ന് അഭ്യർത്ഥിപ്പിച്ചു. ഇത് ഏകലവ്യൻ്റെ കഥയാണ്, വഴിമധ്യേ പറഞ്ഞു വരുന്നതാണ്. വിദ്യ അഭ്യർത്ഥിച്ച് ഗുരുവിനെ സമീപിക്കുന്നതിന് തള്ളിക്കളയുന്നത് ശരിയല്ല. എന്നാൽ ചണ്ടാളനായ ഏകലവ്യനെ ക്ഷത്രിയ രാജകുമാരനോടൊപ്പം നിർത്തി വിദ്യ അഭ്യസിപ്പിക്കാനും തരമില്ല എന്നതിൽ പ്രകാരം ചിന്തിച്ച ദ്രോണാചാര്യർ ഏകലവ്യനോട് പറഞ്ഞു, നിന്നെ ഇവിടെ നിർത്തി ശസ്ത്ര അഭ്യാസം ചെയ്യിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നിന്നെ എൻ്റെ ശിഷ്യനായി അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെ നടക്കുന്ന അഭ്യാസങ്ങൾ കണ്ടിട്ട് നീ കാട്ടിലേക്ക് പോവുക. എൻ്റെ ഒരു മൺപ്രതിമ ഉണ്ടാക്കി വെച്ച് അതിൽ മുന്നിൽ നിന്ന് സ്വയം അഭ്യസിക്കുക. നിനക്ക് ആവശ്യമായ അറിവ് ലഭിക്കും. ഏകലവ്യനെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. ഏകലവ്യൻ ദ്രോണരെ ഗുരുവായി കരുതി അവിടെ അഭ്യാസങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കിക്കണ്ടു. അവൻ കാട്ടിലേക്ക് പോയി. അവിടെ എത്തിയ ഏകലവ്യൻ ഗുരുവിൻ്റെ രൂപം മണ്ണുകൊണ്ട് നിർമ്മിച്ച് അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് സ്വയം ആയുധാഭ്യാസം തുടങ്ങി. അവൻ കിടയറ്റ ഒരു വില്ലാളിയായി തീർന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം പാണ്ഡവന്മാർ നായാട്ടിനായി വനത്തിൽ പോയി. നായാട്ട് സംഘത്തിലുണ്ടായിരുന്ന ഒരു നായി ഏകലവ്യൻ്റെ അടുത്തെത്തി കുരച്ചു. അവൻ 7 ശരങ്ങൾ എയ്ത് പട്ടിയുടെ വായ് ബന്ധിച്ചു. വായിൽ ശരങ്ങൾ കൊണ്ട് വേദനയുമായി നായി ഓടി പാണ്ഡവരുടെ അടുത്തെത്തി. പട്ടിയുടെ വായ് 7 ശരങ്ങൾ കൊണ്ട് തുന്നിച്ചേർത്തതുപോലെ മൂടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ പാണ്ഡവന്മാർ ആശ്ചര്യപ്പെട്ടു. അവർ അവിടെയെല്ലാം തിരഞ്ഞപ്പോൾ ഏകലവ്യനെ കണ്ടു. അവനാണ് പട്ടിയുടെ വായ് മൂടിക്കെട്ടിയെന്നു മനസ്സിലാക്കി. തന്നെക്കാൾ വലിയവനായ ഈ വില്ലാളി ദ്രോണരുടെ അജ്ഞാത ശിഷ്യനാണെന്നറിഞ്ഞപ്പോൾ അർജുനന് വല്ലാതെ വിഷമമുണ്ടായി. പാർത്ഥൻ ദ്രോണരുടെ മുമ്പേ എത്തി. അവൻ പറഞ്ഞു, ആചാര്യ, അസ്ത്രപ്രയോഗത്തിൽ എന്നെ ജയിക്കാൻ മറ്റൊരാളുണ്ടാകില്ലെന്നാണ് അങ്ങ് എന്നോട് പറഞ്ഞത്. ഇപ്പോഴതാ എന്നെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ അസ്ത്രപ്രയോഗത്തിൽ കഴിവുള്ള ഒരുവൻ ഉണ്ടായിരിക്കുന്നു. അർജുനൻ ഏകലവ്യൻ്റെ വിവരങ്ങളെല്ലാം ദ്രോണാചാര്യരെ അറിയിച്ചു. ദ്രോണർ ഉടൻ തന്നെ ഏകലവ്യൻ്റെ മുമ്പിലെത്തി. തൻ്റെ ഗുരുവിനെ കണ്ടപ്പോൾ അമിതമായി സന്തോഷിച്ച ഏകലവ്യൻ ചാടി എഴുന്നേറ്റു ദ്രോണരുടെ പദത്തിൽ നമസ്കരിച്ചു. ഞാൻ ഭഗവാന്റെ വിനീത ശിഷ്യനാണ് എന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്നു. ഇത് കേട്ടപ്പോൾ ദ്രോണർ പറഞ്ഞു, നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ നൽകുക. ഏകലവ്യൻ സന്തുഷ്ടനായി. അവൻ പറഞ്ഞു, ഗുരുവി, ഞാൻ എന്താണ് അങ്ങേക്ക് ദക്ഷിണയായി നൽകേണ്ടത്? എന്തു തന്നെ പറഞ്ഞാലും ഗുരുവിന് നൽകാൻ വയ്യാത്ത ഒന്നും തന്നെ എനിക്കില്ല. വലത് കൈയുടെ പെരുവിരൽ മുറിച്ച് ദക്ഷിണയായി നൽകണമെന്ന് ദ്രോണാചാര്യർ ആവശ്യപ്പെട്ടത്. ഏകലവ്യൻ ഇത് കേട്ട് ഞെട്ടിപ്പോയി. എങ്കിലും ഒരു കൂസലും കൂടാതെ സന്തോഷത്തോട് പെരുവിരൽ അറുത്ത് ഗുരുവിൻ്റെ മുമ്പാകെ ദക്ഷിണയായി സമർപ്പിച്ചു. ദ്രോണൻ അർജുനോടൊപ്പം സന്തുഷ്ടനായി മടങ്ങിപ്പോയി. പെരുവിരലില്ലാത്ത മറ്റൊരു കൊണ്ട് പിന്നെയും ഏകലവ്യൻ അസ്ത്രപ്രയോഗം നടത്തി. എങ്കിലും പഴയ പോലുള്ള പാടവം അവനില്ലായിത്തീർന്നു. അർജുനെ വെല്ലാൻ കഴിവുണ്ടായിരുന്ന ഏകലവ്യൻ അർജുനനെ പിന്നിലേക്ക് തള്ളപ്പെട്ടു. അവൻ പിൽക്കാലത്ത് കൗരവന്മാരോട് ചേർന്ന് പാണ്ഡവർക്കെതിരെ ധീരമായി പോരാടി വീരമൃത്യുവും മരിച്ചു. ഇതാണ് ഏകലവ്യൻ്റെ കഥ. രാജകുമാരന്മാരെല്ലാം ആയുധവിദ്യയിൽ നിപുണരായി. അവർ പഠിച്ച സകല വിദ്യകളും രംഗത്ത് പ്രദർശിപ്പിച്ചു കാണിക്കുന്നതിനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ദ്രോണ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോട് അതിനുവേണ്ട ഏർപ്പാടെല്ലാം ചെയ്യുന്നതിന് നിർദ്ദേശം കൊടുത്തു. അരങ്ങേറുന്നതിനുള്ള വിസ്തൃതമായ വേദി തയ്യാറാക്കി അതിനു ചുറ്റും
കാഴ്ചപ്പുരകളുണ്ടാക്കി. രാജകൊട്ടാരത്തിലുള്ളവർക്കും സ്ത്രീകൾക്കും പൊതുജനങ്ങൾക്കും പ്രത്യേക ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചു. നിശ്ചയിക്കപ്പെട്ട ദിവസം എല്ലാവരും ആയുധാഭ്യാസ പ്രകടനം കാണാനെത്തി. കൊട്ടാരത്തിലുള്ളവർക്ക് പുറമെ ധാരാളം ജനങ്ങളും എത്തിയിരുന്നു. ആ കൂട്ടത്തിൽ വളരെയേറെ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. എല്ലാവരും അത് ഉത്സവവേളയാക്കി എടുത്തു. രാജകുമാരന്മാർ ജ്യേഷ്ഠനായ ധർമാത്മജന്റെ പിന്നാലെ രംഗത്തെത്തി. കാഴ്ചക്കാർ ഹർഷാരവത്തോടെ അവരെ സ്വീകരിച്ചു. കുമാരന്മാർ അഭ്യസിച്ച വിദ്യകളൊക്കെ ഓരോന്നായി കാണിച്ചു തുടങ്ങി. ഓരോ വില്ലിൻ്റെയും മുറകളും തേരോടിക്കുന്ന ക്രമങ്ങളും ഗജരക്ഷങ്ങളോടും ഗതിയും മല്ലയുദ്ധവും അവർ രംഗത്ത് പ്രദർശിപ്പിച്ചു. അസ്ത്രങ്ങൾ എയ്തപ്പോൾ അവർ തങ്ങളുടെ തലയിൽ തുളച്ചു കയറിയെന്ന് കാഴ്ചക്കാർക്ക് തോന്നി. എന്നാൽ അത് അവരുടെ തലയിൽ തൊട്ടില്ലെന്ന വിധത്തിൽ തലയ്ക്ക് മുകളിൽ കൂടി മാത്രമാണ് പോയത്. അത്രത്തോളം സൂക്ഷ്മമായ വിധത്തിലായിരുന്നു അസ്ത്രപ്രയോഗങ്ങൾ. കുമാരന്മാരുടെ അഭ്യാസങ്ങളെല്ലാം ഹൃദയമിടിപ്പിച്ച് നിർനിമേഷരായിട്ടാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ കുതൂഹല ചിത്തരായി ആർപ്പ് വിളിച്ച് കുമാരന്മാരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. ഭീമനും ദുര്യോധനും കൂടി ഗതയുദ്ധ മത്സര പ്രകടനം നടത്തി. രണ്ടുപേരും ഇതിൽ ഒരുപോലെ പ്രാവീണ്യം നേടിയവരായിരുന്നു. അവരിൽ ആർക്കാണ് കൂടുതൽ മുൻതൂക്കം എന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അവരുടെ പ്രകടനം. കാഴ്ചക്കാർ തേരിതിരിഞ്ഞു കൈയടിച്ചു. കാഹളമൂതിയും ഇരുവരും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. ഫേഷ് ഫേഷ് ഭീമൻ, ഫേഷ് ഫേഷ് ദുര്യോധനൻ എന്നിങ്ങനെ രണ്ട് പക്ഷത്തുമുള്ള കാഴ്ചക്കാർ ഇരുവരെയും അഭിനന്ദിച്ചു. സമുദ്രം ഇരമ്പുന്ന പോലെയുള്ള ആരവം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ശാശ്വത വൈരികളായ ഭീമനും ദുര്യോധനനും കൂടി നടത്തുന്ന പ്രദർശന മത്സരം യഥാർത്ഥ മത്സരമായി തന്നെ തീരുമോ എന്ന് ഭയന്ന ദ്രോണൻ ഉടൻ തന്നെ തൻ്റെ പുത്രനായ അശ്വത്ഥാവിനെ നിയോഗിച്ച് ഗതാമത്സര പ്രകടനം നിർത്തിവെപ്പിച്ചു. അതിനുശേഷം ദ്രോണർ രംഗവേദിയിൽ പ്രവേശിച്ചു. അദ്ദേഹം കൈകൾ ഉയർത്തി. വാദ്യഘോഷങ്ങളും ശബ്ദ കോലാഹലങ്ങളും നിർത്താൻ ആംഗ്യം കാണിച്ചു. എല്ലാ ശബ്ദവും അവസാനിച്ചു. എങ്ങും നിശബ്ദത പരന്നു. ദ്രോണൻ പറഞ്ഞു, അടുത്തതായി സർവശാസ്ത്ര പണ്ഡിതനും എനിക്ക് ഏറ്റവും പ്രിയങ്കരനുമായ ജിഷ്ണു, അതായത് അർജുനൻ രംഗപ്രവേശം ചെയ്യുന്നതാണ്. അവൻ ജിഷ്ണു ഇന്ദ്രൻ്റെ പുത്രനും മറ്റൊരു ജിഷ്ണു മഹാവിഷ്ണുവിന് തുല്യനുമാണ്. അപ്പോൾ പൊൻചട്ട ധരിച്ച് ഉറയിട്ട കയ്യിൽ വില്ലും അമ്പും ഏന്തി കോമളകാരനായ ഒരു യുവാവ് രംഗപ്രവേശം ചെയ്തു. സവ്യസാചിയെ കണ്ടപ്പോൾ കാണികൾ അവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കി. അവരുടെ ഉത്സാഹം വർദ്ധിപ്പിച്ചു. മംഗളധ്വനി മുഴങ്ങി. വാദ്യഘോഷങ്ങളിലും മധുരസ്വരവും ഉയർന്നു. അർജുനൻ ജയ്, പാർത്ഥൻ ജയ്, ഫൽഗുനൻ ജയ്, ഇന്ദ്രപുത്രൻ ജയ് എന്നിങ്ങനെ കാഴ്ചക്കാർ ആനന്ദഭരിതരായി വിളിച്ചു പറഞ്ഞു. കടലിരമ്പുന്ന വിധത്തിൽ ആകാശം പിളരുന്ന ഈ ആരവം എന്താണ്? അന്ധനായ ധൃതരാഷ്ട്രർ അടുത്തിരുന്ന വിതുരനോട് ചോദിച്ചു. മഹാരാജാവേ, അത് അർജുനൻ രംഗപ്രവേശം ചെയ്തപ്പോഴുള്ള ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനമാണ്, വിതുരർ അറിയിച്ചു. പൗരജനങ്ങളുടെ ആഹ്ലാദ പ്രകടനം കണ്ട് സന്തുഷ്ടനായ അർജുനൻ ഉത്സാഹഭരിതനായി എല്ലാവരെയും അഭിവാദ്യം ചെയ്തു. പാർത്ഥൻ തൻ്റെ അഭ്യാസ പ്രകടനം ആരംഭിച്ചു. അദ്ദേഹം ആഗ്നേയാസ്ത്രത്തിൽ ഉണ്ടാക്കി, വരുണാസ്ത്രം മഴയുണ്ടാക്കി, വായു അസ്ത്രത്താൽ കാറ്റുണ്ടാക്കി, ഇന്ദ്രാസ്ത്രത്താൽ മേഘങ്ങളുണ്ടാക്കി, ശിഖരാസ്ത്രത്താൽ കൊടുമുടി കാട്ടി, ഭൗമശാസ്ത്രാസ്ത്രത്താൽ ഭൂമിക്കുള്ളിൽ മറഞ്ഞു, അന്തർസ്ത്രത്താൽ അന്തർദാനം ചെയ്തു. ഒരു നിമിഷം കൊണ്ട് ദീർഘനായി, അടുത്ത നിമിഷം തന്നെ കുറിയവനായി. നേർത്തടത്തിലും നേർക്കുനത്തിലും ഒരേ സമയം കാണപ്പെട്ടു. കയറിൽ കെട്ടിത്തൂങ്ങി ആഴുന്ന കാളക്കൊമ്പിൽ പാർത്ഥൻ 21 അസ്ത്രങ്ങൾ മുറക്കെയ്ത് തറച്ചു. കാണികൾ എല്ലാം കണ്ട് ആശ്ചര്യഭ്രാന്തന്മാരായിരുന്നു. സസ്യരാജിയുടെ അഭ്യാസ പ്രകടനം മാസ്മര വിദ്യയും കണ്ട് കാണികളെ വശീകരിച്ചു. അവരെല്ലാം മതിമറന്ന് വീണ്ടും വീണ്ടും ഉച്ചസ്ഥയിൽ പറഞ്ഞു, ജയ് ജയ് അർജുനൻ, ജയ് ജയ് വിജയൻ, ജയ് ജയ് ഫൽഗുനൻ. അർജുനൻ പ്രകടനം അവസാനിപ്പിച്ചു. കാണികളെ കൈകൂപ്പി വന്ദിച്ചു. കാഴ്ചക്കാർ അപ്പോഴും ആഹ്ലാദ പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് രംഗവേദിയുടെ പ്രവേശനദ്വാരത്ത് ഒരാളെത്തി. ദർശനം മാത്രമായി ജനങ്ങളുടെ ശ്രദ്ധ അയാളിൽ പതിഞ്ഞു. അത്ഭുതം കൂർന്ന മിഴികളോടെ എല്ലാവരും ആ വ്യക്തിയെ നോക്കുന്നു. ജനങ്ങളുടെ ആരവം നിലച്ചു. പ്രവേശനദ്വാരത്ത് കണ്ടത് ഒരു വ്യക്തിയായിട്ടല്ല ജനങ്ങൾക്ക് തോന്നിയത്, അതൊരു തേജപുഷ്പം പോലെ തോന്നി. ഏറ്റവും തേജസ്വിയായ ഒരു യുവാവ് ചുറുചുറുക്കോടെ നടന്നു വന്ന് പ്രദർശനവേദിയുടെ മധ്യത്തിൽ നിന്നും ഉജ്ജ്വലമായ കവചം ധരിച്ച് സൂര്യപ്രഭയെ വെല്ലുന്ന കർണകുണ്ടലങ്ങളും വില്ലും വാളും കരങ്ങളേന്തി ഉന്നത ശീർഷനായ തനിക്ക് താൻ പോരുമെന്ന ഭാവത്തോട് നിർഭയനായി വന്നു നിന്ന യുവകേസരിയെ കണ്ടപ്പോൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, കർണൻ, കർണൻ, കർണൻ. കർണൻ സദസ്സിലാകെ കണ്ണോടിച്ചു. കൃപൻ്റെയും ദ്രോണാൻ്റെയും മുന്നിലെത്തി. തല മാത്രം കുനിച്ച് നാമമാത്രമായി വണങ്ങി. മാറി നിന്ന് അർജുനൻ്റെ നേരെ നോക്കി പറഞ്ഞു, ഹേ പാർത്ഥ, നീ വെറുതെ ഞെളിയണ്ട. നീ കാട്ടിയ വിദ്യകളൊക്കെ അതിനേക്കാൾ മെച്ചത്തിൽ ഞാൻ ഇവിടെ കാണിക്കാം. നീ എന്നോട് പോരിന് വരിക. എന്താണ് കർണൻ കാണിക്കാൻ പോകുന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയുടെ കാണികൾ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് അത്ഭുതഭന്തരായി നിന്നു. കർണൻ ദ്രോണാചാര്യരുടെ അനുമതിയോടെ തൻ്റെ അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. പാർത്ഥൻ ചെയ്തതൊക്കെ വളരെ നിസ്സാരമായ ഭാവത്തിൽ കർണൻ പ്രകടിപ്പിച്ചു. കർണൻ്റെ മികവുറ്റ പ്രകടനം കണ്ട്
കാഴ്ചക്കാർ കർണനെ പുകഴ്ത്തി. ദുര്യോധനാദികൾക്ക് കർണന്റെ മികച്ച പ്രകടനം മരണശൈലിയിൽ കിടക്കുന്നവന് അമൃത് ലഭിക്കുന്ന പോലെ ഉത്തേജകമായ ഔഷധമായിരുന്നു. അവർ രംഗവേദിയുടെ മധ്യത്തിലേക്ക് ഓടി കർണന്റെ ചുറ്റും നിന്നും അവനെ അഭിനന്ദനം കൊണ്ട് മൂടി. മഹാഭാരതം കഥാപാരായണത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും തുടർന്നുള്ള എപ്പിസോഡുകളും കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.